ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് കിടക്കാം. ട്രംപിൻ്റെ പരസ്പര താരിഫുകൾ US കോടതി തടഞ്ഞതിനെ തുടർന്ന് ഇന്ന് പൊതുവെ വിപണികളെല്ലാം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് നിഫ്റ്റി 24,833 ക്ലോസ് ചെയ്തപ്പോൾ 81 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ബാങ്ക് ഇന്ന് 129 പോയിൻറ്റ്സ് ഉയർന്ന് 55,546 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇന്ന് 57,457 ക്ലോസ് ചെയ്തപ്പോൾ 315 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇന്ന് 17,889 ക്ലോസ് ചെയ്തപ്പോൾ 105 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് 16.42 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 320 പോയിൻറ്റ്സ് ഉയർന്ന് 81,633 ക്ലോസ് ചെയ്തു. DIA FI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DIA FIയും ബൈയിങ് നെറ്റ് ബയേഴ്സ് ആയിരുന്നു. DIA 4,286 കോടിയുടെ നെറ്റ് ബൈ ചെയ്തപ്പോൾ FII 884 കോടിയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ഇൻഡ് ബാങ്ക് 2.47% റാലി നടത്തി. സൺ ഫാർമ 1.99% റാലി നടത്തി. ഇറ്റേണൽ 1.79%, അദാനി പോർട്സ് 1.74%, ട്രെൻഡ് 1.65%, ടെക്കം 1.37%, വിപ്രോ 1.25%, ടാറ്റ സ്റ്റീൽ 1.18%, അദാനി എൻ്റർപ്രൈസസ് 1.11% ആൻഡ് ഏഷ്യ മോട്ടോഴ്സ് 1.10% റാലിയാണ് നടത്തിയത്. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ HDFC ലൈഫ് 1.07% കുറവ് കണ്ടു. ബെൽ 0.81%, ടാറ്റ കൺസ്യൂമർ 0.68%, ജിയോ ഫിനാൻസ് 0.67%, ബജാജ് ഫിനാൻസ് 0.62%, ഏഷ്യൻ പെയിൻറ്റ്സ് 0.36%, ബജാജ് ഫിൻസാർ 0.36%, ശ്രീറാം ഫിനാൻസ് 0.32%, അപ്പോളോ ഹോസ്പിറ്റൽ 0.31% ആൻഡ് ITC 0.20% കുറവാണെന്ന് കാണാൻ സാധിച്ചത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഏപ്രിൽ നിഫ്റ്റി 22,530 നിന്ന് ഇന്ന് 24,833 നിൽക്കുമ്പോൾ 10.22% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ജാനുവരി 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 24,833 നിൽക്കുമ്പോൾ 4.59% പ്രോഫിറ്റാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 25,001 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 24,826 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 24,752 ക്ലോസ് ചെയ്തു. തേഴ്സ്ഡേ ഇന്ന് 24,833 ക്ലോസ് ചെയ്തിരിക്കുന്നത്. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 1,334 കമ്പനികൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 1,243 കമ്പനികൾ റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നിഫ്റ്റി FMCG, നിഫ്റ്റി PSU ബാങ്ക് എന്നിവ ഒഴികെ ബാക്കി സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ സെക്ടേഴ്സും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ഓട്ടോ 23,555 ക്ലോസ് ചെയ്തപ്പോൾ 118 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 35,988 ക്ലോസ് ചെയ്തപ്പോൾ 100% ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിൻ സർവീസ് 26,478 ക്ലോസ് ചെയ്തപ്പോൾ 26 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 73 പോയിൻറ്റ്സ് കുറഞ്ഞ് 55,630 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 13,989 ക്ലോസ് ചെയ്തപ്പോൾ 76 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 8,999 ക്ലോസ് ചെയ്തപ്പോൾ 32 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി IT 37,754 ക്ലോസ് ചെയ്തപ്പോൾ 288 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മീഡിയ 3 പോയിൻറ്റ്സ് ഉയർന്ന് 1711 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 9351 ക്ലോസ് ചെയ്തപ്പോൾ 112 പോയിൻറ്റ്സിൻ്റെ ഗെയിനാണ് ഉണ്ടായത്. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 17 പോയിൻറ്റ്സ് ഉയർന്ന് 11,475 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫാർമ 21,589 ക്ലോസ് ചെയ്തപ്പോൾ 196 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. എന്നാൽ നിഫ്റ്റി PSU ബാങ്ക് 16 പോയിൻറ്റ്സ് കുറവിൽ 6780 ക്ലോസ് ചെയ്തു. നിഫ്റ്റി റിയാലിറ്റി 10 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി 955 ക്ലോസ് ചെയ്തു. മറ്റുള്ള ഈവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നാളെ ജർമ്മനിയിൽ നിന്ന് CPI ഡേറ്റ 30 മെയ് നാളെ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് GDP ക്വാർട്ടർലി ഡേറ്റ നാളെ 30 മെയ് വരുന്നുണ്ട്. ഇതാണ് പ്രധാനമുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സുമായി നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ഓൾ.